വാർത്തകൾ തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാന്റെ അയൺ ഡോമിന് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും സുപ്രധാനമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ ഇത്തവണയും വീഴ്ച വരുന്നു, അവർ പാളിപ്പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന കഴിഞ്ഞ തവണത്തെ ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെ കൂടെ ബലത്തോടുകൂടി വലിയ രീതിയിൽ അത് വികസിപ്പിച്ചെടുത്ത ആ സംവിധാനത്തിന് പോലും ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ടെൽ അവീവിൽ വീണ്ടും സ്ഫോടനം നടക്കുന്നു എന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങളുടെ കൈപ്പിടിക്ക് അകലെയല്ലെന്ന് ഇറാൻ ഇതാ കൃത്യമായി തന്നെ അവരുടെ മുന്നറിയിപ്പ് വരികയാണ്, വെല്ലുവിളിക്കുകയാണ് ഇറാൻ. ഒരു വ്യോമത്താവളങ്ങളും ഞങ്ങളുടെ കണ്ണെത്തും ദൂരത്തല്ലാതെയില്ല, കാത്തിരിക്കൂ അടുത്ത ആക്രമണത്തിനെന്നാണ് ഇറാന്റെ ഒഫീഷ്യൽസ്, ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ടെലഗ്രാമിൽ ഉൾപ്പെടെ നൽകുന്ന സന്ദേശം. ഇതാ തുടർച്ചയായി ഇറാൻ തിരിച്ചടിക്കുന്നു. ഇസ്രായേലിൽ രണ്ടാം ഘട്ട ആക്രമണം, ടെൽ അവീവിൽ തുടർച്ചയായ ആക്രമണം, സൈറനുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ടെൽ അവീവിൽ പൗരന്മാരോട് ബങ്കറുകളിൽ തുടരാൻ നിർദ്ദേശം വരുന്നു. രണ്ടാം ഘട്ട ആക്രമണത്തിൽ ഇതാ ഖത്തറിൽ തുടർച്ചയായി വീണ്ടും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുതിയ സ്ഫോടനം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി വരുമ്പോൾ ഇറാൻ ഇത് ഇവിടെയൊന്നും നിർത്തുന്നില്ല, ശക്തമായ തിരിച്ചടി നൽകുന്നു. ഇസ്രായേലിലേക്ക് തുടർച്ചയായി മിസൈലുകൾ അയക്കുന്നു. ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന നിലയ്ക്ക് യുദ്ധം അത് കൊടുമ്പിരിക്കൊള്ളുന്ന നിലയിലേക്ക് മാറുകയാണ്. ഒരിക്കലും ഇത് ആശാസ്യമല്ല ലോകത്തിന് എന്ന് പലയിടങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ വരുമ്പോഴും ഞങ്ങൾക്കുമേൽ, ഞങ്ങളുടെ പരമോന്നത നേതാവിനുമേൽ ആക്രമണം നടത്തുമ്പോൾ, അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം വരുമ്പോൾ ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അത് തിരിച്ചടിയുടെ രൂപത്തിൽ തന്നെയാകും. ഇറാൻ ഇത് നേരത്തെയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അബുദാബി, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ എല്ലായിടത്തും മറുപടി നൽകുന്നു ഇറാൻ എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുന്നു. ഇറാൻ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. വ്യോമത്താവളങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ശക്തമാവുകയാണ്. സായ്കുമാറിലേക്കും സജീഷിലേക്കും നമുക്ക് പോകണം. സായ്കുമാർ, ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിട്ടത് ഇറാന്റെ പരമോന്നത നേതാവിന്റെ വീടാണ്, അദ്ദേഹത്തെ ആക്രമിക്കുക എന്നതാണ്. മാത്രമല്ല ഇറാൻ പ്രസിഡന്റിന് നേരെയും അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെയും മുതിർന്ന സൈനികരുടെ കേന്ദ്രങ്ങൾക്ക് നേരെയും സൈനിക താവളങ്ങൾക്ക് നേരെയും ഒക്കെ തന്നെയും ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇറാനും അതിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ തുടർച്ചയായി ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ